എന്തോ വെളിപ്പാട് 21:1-2 പത്രോസ് 3:10. വായിച്ചു. വെളിപ്പാട് 20:24. ഞാൻ പിന്നെ പറയാം. നിങ്ങൾക്ക് അന്നേരം അത് ദൈവരാജ്യം. ഇപ്പം നമ്മൾ ഇതുവരെയും ദൈവത്തിൻ്റെ വിലയേറിയതായ വചനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവം നമുക്ക് ഓരോ അവകാശം നൽകിയിരിക്കുമായിരുന്നു. ഈ ഭൂമിയിലെ സുന്ദർ സാർ പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചു, പ്രളയം കഴിഞ്ഞു, പിന്നെ അതേപോലെ തന്നെ ഇവിടെ വയനാട്ടിലെ വലിയ ദോഷവും വശങ്ങളും ഒക്കെ കഴിഞ്ഞു. ഓരോ ദിവസങ്ങളും പുസ്തകത്തിലെ ഓരോ ഏടുകൾ മറിക്കുന്നത് പോലെ ഓരോ സംഭവങ്ങൾ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കും നമ്മളൊക്കെ സ്വർഗത്തിൽ പോകും. അത് 99.9% നമ്മുടെ വിശ്വാസം. എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിന് പോകണം, ദൈവരാജ്യത്തിലാകണം. കർത്താവിനെ നമ്മളൊക്കെ വിശ്വസിച്ചു, കർത്താവിൻ്റെ മക്കളാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് വായിച്ചതായ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 അതിൻ്റെ അവസാന ഭാഗത്ത് പത്താം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുരുകി പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവർ ആയിരിക്കണം. എന്നാൽ ഇവ അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും. എല്ലാവരുടെയും ധാരണ പുതിയ ആകാശം പുതിയ ഭൂമി. ഞാൻ ഈ പോയ ആഴ്ചയിൽ യാത്ര ചെയ്ത സമയത്ത് ക്രിസ്തു സഭയെ സംബന്ധിച്ച പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞതായ സമയത്ത് ഒരാളെന്നോട് പറഞ്ഞു, ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരെ 1000 ആണ്ട് ഇവിടെ വന്ന് വസിക്കുന്ന കാര്യത്തിന് എതിരാണ്. ഈ ഭൂമിയിൽ വന്ന് കർത്താവ് തൻ്റെ സിംഹാസനം ഇവിടെ സ്ഥാപിച്ച് കർത്താവ് തൻ്റെ സിംഹാസനം ഇവിടെ സ്ഥാപിച്ച് ഇവിടെ 1000 ആണ്ട് ജീവിക്കും. അങ്ങനെയുള്ള വിശ്വാസമാണ് ഇവിടുത്തെ ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാർ പഠിപ്പിക്കുന്നത്. അല്ല, ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള നമ്മളാരും അങ്ങനെ പഠിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കും. 99.9% വിശ്വാസികളെന്ന് അനുമാനിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരും വളരെ ക്രിസ്തു സഭയൊഴികെ ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു
ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾ സ്ഥാപിക്കും, ഇവിടുത്തെ രാജാക്കന്മാരും പ്രഭുക്കന്മാരായി ഞങ്ങൾ തീരും. ഈ പ്രത്യാശ കൂടുതൽ പങ്കുവച്ചിരിക്കുന്നു. ഇത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. 100% തെറ്റായിട്ടുള്ള ജനങ്ങൾ ധരിക്കുന്നു. നോഹയുടെ കാലത്ത് ഞാനിവിടെ കണ്ടു, ലോകത്തിലെ 18-ാം അധ്യായത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോരാം. അല്ല, 19. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. 17-ാം വാക്യം മുതൽ 19-ന്റെ 17 മുതൽ, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരും, നിനക്ക് നാശം സംഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകും എന്ന് പറഞ്ഞു. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നണമേ. തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടി എത്തുവാൻ എനിക്ക് കഴിയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം സംഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു. ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. അവനോട്, ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ച് കളയില്ല, ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകും. നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, നിനക്ക് നാശം സംഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുവാൻ നമുക്ക് വലിയ കാര്യം, വിഷമം. അബ്രഹാം ഹാരാനിൽ നിന്ന് തിരിച്ച് കനാൻ ദേശത്ത് വന്ന് പറഞ്ഞു. കനാൻ ദേശത്ത് വന്ന് അബ്രഹാം പാർക്കുന്നതായ സമയത്ത് ലോത്തും സഹോദരപുത്രനാണ്. ലോത്തും അബ്രഹാമും ഒരേ സ്ഥലത്ത് വന്നു. ചേട്ടൻ്റെ കൊച്ചപ്പനും വല്യപ്പനും, കൊച്ചപ്പനും മോനും, അല്ലെങ്കിൽ ലോത്തിൻ്റെ അബ്രഹാമിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ലോത്ത്. ലോത്ത് അപ്പൻ്റെ കൂടെ കൂടി അവരെല്ലാം കനാൻ ദേശത്തേക്ക് വന്ന് കന്നുവയ്ക്കാൻ വന്നു. ആടുമാടുകളെ മേയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ. കനാൻ ദേശത്ത് അവർ വന്ന് കുറ്റിയടിച്ചു. കനാൻ ദേശത്തിൻ്റെ യോർദാൻ നദി, യോർദാനാണെന്ന് തോന്നുന്നു, നദിയുടെ തീരത്ത്. ലോത്ത് പറഞ്ഞു, അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് പോകാം. നമ്മുടെ പണിക്കാരൻ നിന്റെ പണിക്കാരൻ തമ്മിൽ വഴക്കോ വയ്യാവേലിയോ വേണ്ട, അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. രണ്ടുപേരും രണ്ടായി. ലോത്ത് തീരപ്രദേശം, ആറ്റിനരികെയുള്ള നല്ല പ്രദേശം, ഭൂപ്രദേശം കണ്ടു. അവിടേക്ക് യാത്രയായി. അത് സോദോം ഗോമോറയ്ക്ക് സമീപമാണ്, സോവാറിന് സമീപമാണ്. അബ്രഹാം അവിടെ താമസിച്ചു. അബ്രഹാമിന് പരിമിതമായിട്ടുള്ള രീതികളായിരുന്നു അവിടെ താമസവും കാര്യവും ഒക്കെ. കാരണം അബ്രഹാമിന് ഭാര്യ, അതേപോലെ തന്നെ വെപ്പാട്ടികൾ, പണിക്കാർ, ആടുമാടുകളെ മേയ്ക്കുന്ന ഒത്തിരി വലിയ കന്നുകാലി സമ്പത്ത് അതിനെയൊക്കെ പുറമേ. ലോത്ത് അവിടെ നിന്ന് പോയി. ലോത്തും ലോത്തിൻ്റെ ഭാര്യയും മക്കളും അവൻ്റെ ആൾക്കാരെല്ലാം അവിടെ പോയി. അവരവിടെ പോയി താമസിക്കുന്ന സമയത്ത് സംഭവിക്കുന്നു, ലോത്ത് തിരഞ്ഞെടുത്ത പട്ടണം സോദോം ഗോമോറയാണ്. സോദോം ഗോമോറ വഷളത്വത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നതായ ഒരു പട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ പോലെ തന്നെ മ്ലേച്ഛമായുള്ള ജീവിതം, മോശമായുള്ള ജീവിതം. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ദിവസവും ഇന്ന് സിനിമാക്കാരനെയാണെങ്കിൽ നാളെ ബലാത്സംഗം, മറ്റുള്ള ഈ രീതിയിൽ കൊള്ളയടിക്കൽ, മദ്യം, മയക്കുമരുന്ന്, എല്ലാത്തിൻ്റെയും. ഇങ്ങനെയുള്ള ഒരു ദേശം ആരും തിരഞ്ഞെടുത്തു? ലോത്ത് കുടുംബത്തിൽ. ലോത്ത് അവിടുത്തെ പ്രഗത്ഭനായ വ്യക്തിയാണ്, ധനികനാണ്, ഭയങ്കര. ലോത്ത് അവിടെ എല്ലാം തിരഞ്ഞെടുത്തു.
നമുക്കറിയാം നോഹയുടെ കാലത്ത് തന്നെയായി. 6-ാം അധ്യായം മുതൽ ബാക്കിയുള്ളതായ നോഹയുടെ കാലത്തും ജലപ്രളയം ദൈവം വരുത്താൻ കാരണം മ്ലേച്ഛമായുള്ള ജീവിതം, പുറത്തു പറയാൻ കൊള്ളില്ലാത്തതായ ജീവിത ശൈലികളായിരുന്നു നോഹയുടെ കാലത്ത്. ദൈവം പൊറുതി മുട്ടിട്ട് നശിപ്പിച്ച് കളഞ്ഞു. ജലപ്രളയത്താൽ എല്ലാവരെയും കൊന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ ഭക്തന്മാരെ ദൈവം ഏൽക്കും, ആ ദേശം മുഴുവൻ മുടിഞ്ഞ് പോകും, അതോടുകൂടി തീർന്നു. ഇവിടെ ലോത്തിൻ്റെയാണ് നമുക്ക് കഥ. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. സ്വർഗത്തിന്റെ രക്ഷയല്ല ഇവിടെ പറഞ്ഞിരിക്കും, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. ജീവനുള്ളവരുടെ ദൈവമക്കളുടെ ഇടയിലേക്ക്, നമ്മുടെ ഇന്നേക്ക് അത് നോക്കുകയാണ്, നമ്മുടെ വാക്യമായിട്ട് നോക്കുകയാണെങ്കിൽ ദൈവമക്കളുടെ ഇടയിലേക്ക് ഓടിപ്പോകണം. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. അപ്പം ലോത്ത് ചോദിക്കുവാണ്, എനിക്ക് വയസ്സനായി, വയോധകനായ, അപ്പം എന്നെ പോലോ സാറിനെ പോലോ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോലെ ഓടിപ്പോകാൻ സാധ്യമല്ലാത്തതായ ആ പട്ടണത്തിൽ വന്നപ്പോൾ ലോത്ത് പറയുവാണ്, ഈ പ്രദേശത്തേക്ക് നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. അപ്പം വീഴുവനക്ക് ഓടിപ്പോകാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓടിപ്പോകാൻ പറഞ്ഞാൽ പറ്റില്ല. ഈ പ്രദേശത്ത് നിൽക്കരുത്. ലോത്ത് നല്ലവനായിരുന്നു, പക്ഷേ ലോത്തിന് ഓടുവാൻ കഴിവില്ലാതായി. ദൈവം പട്ടണത്തെ അബ്രഹാമിനോട് പറഞ്ഞു. കനാൻ ദേശത്തിരിക്കുമ്പോൾ അബ്രഹാം കാണുന്ന സമയത്ത് ദൈവദൂതന്മാർ അബ്രഹാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ മ്ലേച്ഛമായ പട്ടണത്തെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്, ഇതിനെ ഞാൻ കത്തിച്ച് കളയാൻ പോവുകയാണ്. അപ്പൊ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നു, നീതിമാനോടുകൂടെ ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുമോ? ഇല്ല. 50 പേർ ആ പട്ടണത്തിൽ നീതിമാന്മാരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ? ഒരിക്കലുമില്ല. അബ്രഹാമിന് അറിഞ്ഞുകൂടെ എത്ര പേര് സോദോം ഗോമോരയിൽ ദൈവമക്കളുണ്ട്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ. പറഞ്ഞു 10 പേരെത്തി. 10 പേരെത്തുന്നതായ സമയത്തും അബ്രഹാം കണക്ക് കൂട്ടുക. കാലത്ത് വൈകുന്നേരം വരെ കണക്ക് കൂട്ടും, വൈകുന്നേരം എടുത്ത് കാലത്തെത്തി കണക്ക് കൂട്ടും, എത്ര പേര് ശേഷിക്കും. ലോത്തിന്റെ ഭവനത്തിൽ ലോത്തും ഭാര്യയും 2 മക്കളും പെൺമക്കളും. 2 ഭർത്താക്കന്മാരെ അവർക്ക് കിട്ടുവാണെങ്കിൽ 4 6 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കില്ലെന്ന് ദൈവം അവരോട് വാക്ക് പറഞ്ഞു. അത്രയും പേരെ കാണാതെ വന്നതായ സമയത്ത് ദൈവം നശിപ്പിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചു. ലോകത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഇന്ന് തീരുമാനിക്കുന്ന പോലെ സോദോം ഗോമോരയെ തീക്കിടാൻ, തീ കത്തിച്ച് കളവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു. ലോത്തിനോട് പറഞ്ഞു, ജീവരക്ഷയ്ക്കായിട്ട് നീ ഓടിപ്പോ, ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണ്, ഈ പ്രദേശത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. നന്മ ചെയ്യുന്ന നീതിമാന്മാരായുള്ള ഒരു ഭക്തനും ആ ദേശത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ നശിപ്പിക്കാൻ പോകും, ഞാൻ കത്തിച്ച് കളയും. നോഹയോട് പറഞ്ഞു, ജലപ്രളയത്തെ ഞാൻ നശിപ്പിച്ച് കളയും. ഇവരെല്ലാം നോക്കിട്ട് കാണും. ദൈവം നിശ്ചയിച്ചു. ലോത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ദൈവദൂതൻ ലോത്തിനെ പിടിച്ച് പുറത്തിറക്കി, ലോത്തിന്റെ മക്കളെ പിടിച്ച് പുറത്തിറക്കി, ലോത്തിന്റെ ഭാര്യയെ പിടിച്ച് ഇറക്കി. എനിക്ക് തോന്നുന്ന ലോത്തിന്റെ ഭാര്യ പുറകിലായിരിക്കും നിന്നത്. അപ്പനും മക്കളും മുന്നിൽ പോയി കാണും, ഭാര്യ പുറകിൽ നിന്ന് കാണും. ലോത്തിന്റെ ഭാര്യയെ ലൂക്കോസിന്റെ സുവിശേഷം എത്രല്ല പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 27 മുതൽ താഴോട്ടുള്ള ഭാഗം വായിക്കാം. അച്ഛാ വായിക്കച്ചേ. ലൂക്കോസ് 17-27 മുതൽ വായിക്കാം. ലൂക്കോസ് 17 കടന്ന നാൾ മുതൽ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകും.
ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും കുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ പിന്നും കുടിക്കും കൊണ്ട് ചുറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും കുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. അന്ന് വീട്ടിൽ മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുക്കാൻ ഇറങ്ങി പോകരുത്. അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളും. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. മതി. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. തന്റെ ജീവനെ നേടുവാൻ ആഗ്രഹിക്കുന്നതിനെല്ലാം എന്താണ് പറഞ്ഞത്? എന്തിനെ കളയും? അതിനെ കളയും. തന്റെ ജീവനെ നോക്കുന്നവരൊക്കെ അതിനെ കളയും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ലോത്തിന്റെ ഭാര്യയെ കാണാൻ പോയി. സോദോം ഗോമോറ ചാവുകടൽ എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് ഞങ്ങൾ പോയി. ലോത്തിന്റെ ഭാര്യയെ കാണാൻ പറ്റിയില്ല. ലോത്തിന്റെ ഭാര്യ ഒരു ഉപ്പ് തൂണായിട്ട് നിൽക്കുന്നത് ആ സ്തംഭം കാണാൻ സാധിക്കും. ഒരു ഭാഗം മുഴുവനും വലിയ ജലാശയമാണ്, കടലാണ്. അതിൻ്റെ പേരാണ് ചാവുകടൽ. ആ ചാവുകടലിൽ ഞങ്ങൾ ഇറങ്ങി കുളിച്ചു. എല്ലാ വിധത്തിലുള്ളതായ എലിമെൻസും അതിനകത്തുള്ളതുകൊണ്ട് അതിനകത്ത് ആര് കിടന്നാലും തന്നുപോയില്ല. വെള്ളത്തിൽ കിടന്നാൽ സാധാരണ പറയും. വെള്ളത്തിൽ നമ്മളൊരു ഇതിടുന്നത് തെർമോക്കോളിൻ്റെ ഒരു തുണ്ടിട്ടാൽ തെർമോക്കോൾ എപ്പോഴും എവിടെ കിടക്കും? പൊങ്ങിക്കിടക്കുള്ളൂ, താന്നില്ല. ഞങ്ങൾ മാത്രമല്ല അന്ന് പോയിരിക്കുന്നത്. ഞങ്ങൾ 10-40 പേരുണ്ട് ടൂർ പോയതിൽ. അതിനകത്ത് എല്ലാവരും അങ്ങനെ പൊങ്ങിക്കിടക്കുക, കുളിക്കുന്നവർ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. തൻ്റെ ജീവനെ കളവാനും വേണ്ടി ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ലോത്തിന്റെ ഭാര്യ പുറകിലാണ് നടന്ന് കാണാമെന്ന് ഞാൻ പറയാൻ കാരണം, അപ്പൻ ലോത്ത് നടന്നു, ലോത്തിന്റെ 2 മക്കളും പിന്നാലെ നടന്നു. ലോത്തിന്റെ ഭാര്യ നോക്കി, അവൾ തിരിഞ്ഞു നോക്കി. ദൈവവചനം പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്, പുറകിലേക്ക് നോക്കരുത്. ലോത്തിന്റെ ഭാര്യ പുറകിലേക്ക് നോക്കി, അവൾ ഉപ്പുതൂണായിട്ട് ഭവിച്ചു. ഞാൻ പറഞ്ഞത് ഉപ്പുതൂണായിട്ട് ഭവിപ്പാൻ കാരണം നമുക്കൊരു മാതൃക ദൈവം കൊടുത്തത് അവളെ പുറകിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കും. കാരണം സോദോം ഗോമോറ മുഴുവനും ധനത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഉറവിടമായി. ധനികനായ വ്യക്തി അപ്രകാരം എല്ലാം സമ്പാദിച്ചു, അവിടെ കൂടി. ലോത്ത് ഇവിടെ കൂടി. ഇവിടെ പ്രളയം വന്നുപോയി. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ആകാശത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ദഹിപ്പിച്ചു കളഞ്ഞു. ഈ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു പുതിയ കാര്യമായിരിക്കും. ഇപ്പം നമുക്കറിയാം, 56 വർഷത്തിന് മുമ്പ് ഇവിടെ കേരളത്തിലെ നമ്മുടെ കോഴഞ്ചേരിക്ക് അടുത്തുള്ള ഒരു പ്രദേശത്തെ ഒരു പയ്യൻ മിലിറ്ററി ജോലിക്ക് കയറിയത്. അവൻ്റെ പ്ലെയിൻ ആക്സിഡൻ്റ് ആയിട്ട് അവൻ മാത്രമല്ല പലരും മരിച്ചുപോയി. എന്താ മാമനോ ഒരു തോമസ് രാജൻ. അതിനെ ഇന്ന് മിനിഞ്ഞാന്നാണ് കൊണ്ടുവന്നിട്ട് 56 വർഷത്തിന് മുൻപ് മരിച്ച വ്യക്തിയുടെ ജഡശരീരം വീട്ടുകാർക്കൊക്കെ മറന്നുപോയി കാണാം. അവരുടെ ആൾക്കാരൊക്കെ മറന്നുപോയി. മണ്ണിൽ നിന്ന് മഞ്ഞിലേക്കെന്ന് പറഞ്ഞാണ് പത്രം കൊടുത്തിരിക്കുന്നു. അവൻ്റെ ബോഡി കൊണ്ട് നടക്കും. നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ നമുക്കൊരു പുതുമയാണ്. ഇവിടെ പറയുന്നു, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോക്കോണം, പുറകോട്ട് നോക്കരുത്. നമുക്ക് പുറകിലേക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? സാധാരണ ആൾക്കാർ പറയും, നീ എവിടുന്നാ പോയെന്നുള്ള നോക്കിക്കോണം. ഇവിടെ ഒരു പിച്ചക്കാരൻ ഒരു പെണ്ണിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. എന്താ പേര്? ഗോവിന്ദചാമി. പുറകിലേക്ക് തള്ളിയിട്ടു. യാത്ര പോകുന്ന സമയത്ത് തള്ളിയിട്ടു. അവൻ്റെ കാര്യം, അവൻ എല്ലാവരുടെയും ലോബിയായിട്ട് ഹയർ ലെവലിലെ ഏറ്റവും കഴിവുള്ള വക്കീലെ വെച്ച് അവൻ കേസ് ജയിച്ച് അവൻ പോയതാണ്. നമ്മൾ മനസ്സിലാക്കണം, പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്തിരിയുന്ന അവസ്ഥയാണ്.
പുറകോട്ട് നോക്കാൻ, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോക്കണം. രക്ഷ പ്രാപിക്കണമെങ്കിൽ ഓടിപ്പോകണം, പുറകിലോട്ട് നോക്കാൻ. പൗലോസ് എന്ന് പറയാൻ കാരണം എന്താ? മുൻപിലുള്ളതിനെ ആഞ്ഞും പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ക്രിസ്തു യേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടണം. പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുമ്പോൾ വിളിച്ചവൻ വിശ്വസ്തനാവൻ നില കൈക്ക് പിടിച്ചു. പുറകിലേക്ക് നോക്കുന്ന അവസ്ഥ വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? പഴയ ആകാശത്തെയും പഴയ ഭൂമിയെയും ഇവിടെ പരിപൂർണമായിട്ട് നശിപ്പിക്കുക. ഞാൻ പറഞ്ഞു, സോദോം ഗൊമോറയില് ഞങ്ങൾ പോയി കുളിച്ച ചാവ് കടല് നോക്കുവാണെങ്കിൽ കണ്ണെത്താത്തോടമുള്ള ദൂരമാണ്. അതിനകത്ത് ഒരു ജീവജാലങ്ങളും ജീവിക്കാൻ സാധിക്കില്ല. കാരണം അതിനകത്ത് അത്രമാത്രം എല്ലാ ഘടകവും ഉണ്ട്. ജീവിക്കാൻ പറ്റുന്ന ഘടകങ്ങളൊന്നുമില്ല. പ്രാണവായു ഇല്ലാത്തതായ ഒരു വെള്ളമാണ്. പ്രാണവായു ഉണ്ടെങ്കിൽ മാത്രമേയോ കേവലം തവളയ്ക്ക്, മീനിന്, ഇതിലൊക്കെ ജീവിക്കാൻ സാധിക്കും. മനുഷ്യനും അതിൻ്റെ പ്രാണവായു ഇല്ലെങ്കിൽ ജീവിക്കണം. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും അതിനകത്തൊരു മനുഷ്യനെ കൊണ്ട് ജീവിപ്പിക്കാൻ സാധിക്കും. ചന്ദ്രനകത്തും സൂര്യനകത്തും ഒക്കെ മനുഷ്യൻ പോയി. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോണമെങ്കിൽ, നിത്യജീവൻ നമ്മുടെ സ്വന്തം അവകാശമാക്കി തീർക്കണമെങ്കിൽ ഓടിപ്പോയേ മതിയോ. ഈ ലോകത്തെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. ഏത് സമയത്ത് നശിപ്പിക്കും? നമ്മൾ പലപ്പോഴും പറയും, ഓ അങ്ങനെ ദൈവം നശിപ്പിക്കുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരാഴ്ച കാലത്ത് ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചു, ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടവരാണല്ലോ, ഞങ്ങളൊക്കെ സ്വർഗത്തിന് പോയില്ലേ? നിശ്ചയമായിട്ടും പോയില്ല. എന്തുകൊണ്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ട ഒരു ക്രിയ മാത്രം നിങ്ങൾ ചെയ്തു. പിറ്റേ ദിവസം മുതൽ നിങ്ങൾ അപ്പം നുറുക്കാൻ പോയോ? കൂട്ടായ്മ ആചരിക്കാൻ പോയോ? ദൈവജനങ്ങളോട്, ദൈവ മക്കളോടുകൂടെ കൂട്ടായ്മ ആചരിച്ചോ? ഇല്ല. സ്നാനപ്പെട്ടതെന്നുള്ള പ്രക്രിയ ചെയ്യുന്നതുകൊണ്ട് രക്ഷപ്രാപിക്കില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇവരൊക്കെ അങ്ങനെ കയറിയ ചെങ്കടൽ കടന്നൂരാ. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു അവരക്കരെ നാട്ടിലേക്ക് എത്തുവാൻ. അത് പറയുന്നു, സ്നാനം അതിനൊരു മുൻകുറിയായിരുന്നു. രക്ഷ പ്രാപിച്ചോ? ഇല്ല. 600,000 പേര് ചെങ്കടൽ കടന്ന് രക്ഷ പ്രാപിച്ചവര് കടന്നു വന്നു. ആർക്കും എവിടെ എത്തുവാൻ സാധിച്ചില്ല? കനാൻ ദേശത്ത് എത്തുവാൻ സാധിച്ചില്ല. ആരും അവിടെ എത്തിയില്ല. 600,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 15 ലക്ഷം ആൾക്കാരെന്ന അനുമാനം. എത്ര ജനങ്ങൾ കടന്നു പോയാലും അക്കരെ എത്തുവാൻ സാധിച്ചില്ല. സ്നാനപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പോയില്ല. സ്നാനപ്പെട്ട് വിളിച്ച വിളിക്ക് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ ഞങ്ങൾ വന്നിവിടെ ഇരിക്കും, ഇവിടുത്തെ കളക്ടറാകും, ഇവിടുത്തെ വക്കീലാകും. ഇതൊക്കെ മാനുഷ്യമായുള്ള ചിന്തയാണ്. ഇവിടുത്തെ മന്ത്രിയാകും, ഇവിടുത്തെ കളക്ടറാകും, ഇവിടുത്തെ MLA ആകും, ഇവിടുത്തെ MP ആകും, ഇവിടുത്തെ എല്ലാ ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ രീതിയിലുള്ള സ്ഥാനമാനങ്ങളോടുകൂടി ഇവിടെ വന്ന് ഞങ്ങൾ ഈ ഭൂമി ഭരിക്കും. ഇങ്ങനെ ഭരിക്കാതിരിക്കാനാ കർത്താവ് കത്തിച്ചു കളയും. നേരത്തെ പറഞ്ഞു, അമേരിക്കയും അവനും ഇവനും ഒക്കെ, ഹമാസും ഇസ്രായേലും ഒക്കെ ഇതുണ്ട്. എല്ലാവരെയും കത്തിച്ചു കളയും കർത്താവ്. ഞങ്ങൾ കർത്താവിൻ്റെ സ്വന്തം ആൾക്കാരെന്ന് പറയും. കർത്താവിന് അങ്ങനെ ഒരു സ്വന്തക്കാരനുമില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ്റെ വചനം അനുസരിച്ച് അവന് വേണ്ടി ജീവിക്കുന്നവർ, അതിനെയാണ് കർത്താവ് ക്രൂശിൽ നിർത്തിയിരിക്കുന്നത്. ഈ ക്രൂശിൽ ആര് വിശ്വസിക്കുന്നു, അവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കൂ. ദൈവരാജ്യത്തിൽ പ്രവേശിച്ചാൽ വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ മാത്രം. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു, ഇവിടെ ജീവിച്ച് ഇവിടെ തോന്നുന്ന പോലൊക്കെ ജീവിച്ചാൽ എനിക്കിവിടെയും നിനക്ക് അവിടെയും എന്ന് പറഞ്ഞാൽ പറ്റും. ഇവിടെ നിന്ന് ദൈവത്തിന് വേണ്ടി വിശ്വസ്തമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ 100% ജീവിക്കാത്തവനെ കർത്താവിന് വേണ്ട.
ഞാൻ ഭൂമിയിൽ വരുമ്പോൾ തന്നെ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്താൻ സാധ്യമല്ല. കാരണം ഞാൻ ഞങ്ങളൊരു ടൂർ പോയ സമയത്ത്, ടൂർ മീൻസ് തൃശ്ശൂർ പോയ സമയത്ത് ആ വലിയ പള്ളിയൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി ഒന്ന് കയറി. അപ്പോൾ ഒരു 10 മിനിറ്റ് അതിനുള്ളിലിരുന്ന് ഞാൻ ധ്യാനിച്ചു, ദൈവമേ, നിന്നെ ക്രൂശിക്കുന്ന എല്ലാ ചിത്രങ്ങളും ഇവിടെ ഉണ്ട്, പക്ഷേ ഇതിനകത്തൊന്നും ഒരുത്തനും വിശ്വസിക്കുന്നില്ലല്ലോ. തറയിൽ കൂടെ നിരങ്ങി പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ട്. ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിരങ്ങിയാലും വാരിക്കോരി മെഴുതിരി അങ്ങോട്ട് ഇട്ടാലും 10 രൂപയുടെ മെഴുതിരിയൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടിടുന്നു. വാങ്ങി അവിടോട്ട് ഇട്ടേക്കാൻ പറയാ, കൊണ്ടുപോയി ഇടുന്നത് ആ മെഴുതിരി വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും അടുത്ത 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ജനങ്ങളുടെ ധാരണ ഞാൻ ചെയ്യുന്നതെല്ലാം ചെയ്താലും സ്വർഗത്തിന് ഞാൻ പോകില്ല. വിശ്വസ്തമായിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മാത്രമേ പറ്റൂ. ഇവിടെ പറയുന്നു, ഈ ഭൂമിയെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു, കത്തിച്ച് കളയുകയാണ്. വെളിപാട് പുസ്തകം 20:14 നോക്കാം. വെളിപാട് പുസ്തകം 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ, രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീച്ചൂടിൽ കളി. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം ആദാമിൽ മരിച്ചുപോയി. രണ്ടാമത്തെ മരണം തീപ്പൊയ്യ, ഇത് കത്തിച്ച് കളയുകയാണ്. സോദോം ഗൊമോറയെ കത്തിച്ച് കളഞ്ഞു. എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുണ്ടായി, എത്രയോ സ്വത്തിന്റെ ഉടമകളുണ്ടായിരിക്കാം. എല്ലായിടത്തും കടൽ കുഴിച്ച് സ്വർണം എടുക്കുന്നുണ്ട്, വലിയ ഖനികളിൽ സ്വർണവും പെട്രോളും ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു ചാവുകടലിനകത്ത് തുറന്നിട്ട് ഒന്നും എടുക്കുന്നില്ല. ചാവുകടല് മുഴുവനും സ്വർണത്തിന്. നമുക്കറിയാം, ലോത്തിന്റെ ഭാര്യ നേടിയത് മുഴുവനും ആ കടലിൽ തന്നെയായി. ഉണ്ടാക്കാവുന്ന സ്വത്ത് മുഴുവനും ലോത്തിന്റെ ഭാര്യ ഉണ്ടാക്കി. അവൾ അവിടുത്തെ ധനികയായിരുന്നു. ലോത്തിന് ഉണ്ടാക്കിയ മുതൽ വിട്ടുപോകുന്ന സമയത്ത് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ലോത്തിന്റെ ഭാര്യ വലിയ തെറ്റൊന്നും ചെയ്തില്ല കേട്ടോ, ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ നെഞ്ചത്ത് കൈവച്ചാണ്, ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും പോയത്, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ മറന്നുപോയി ദൈവം പറഞ്ഞ വാഗ്ദത്തം. പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ അവളെ അങ്ങനെ ഒപ്പുതുണായി മാറി. ഏത് ദിവസത്തിൽ അബ്രാഹാമിന്റെയും സാറായുടെയും കാര്യമുണ്ട്. ദൈവം അബ്രാഹാമിനോട് 90-ാമത്തെ വയസ്സിൽ പറഞ്ഞു, നിനക്ക് ഞാനൊരു മകനെ, 100-ാമത്തെ വയസ്സിൽ പറഞ്ഞു, നിനക്ക് ഞാനൊരു മകനെ. സാറയോട് പറഞ്ഞു, നിന്റെ ഭാര്യ സാറ പ്രസവിക്കും, ഒരു നല്ല കുഞ്ഞിനെ നിനക്ക് തരും. 10 വയസ്സിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 10 വയസ്സാണ്. ഇന്ന് കൂടുതലും കുറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പുതിയ തലമുറകളുണ്ട്. ഭർത്താവിന് കൂടുതലും ഭാര്യയ്ക്ക് കുറഞ്ഞു വരിക്കുന്ന കാലഘട്ടമാണ് പഴയ നിയമകാലം മുതൽ. അബ്രഹാം ഒന്ന് ചിരിച്ചു, ഈ വയസ്സുകാലത്ത് എനിക്കൊരു കുട്ടി ഉണ്ടാവും. അതിന്റെ പിറ്റേ അധ്യായത്തിൽ വരുമ്പോൾ സാറായുടെ ദൈവദൂതൻ പറഞ്ഞു, ഞാൻ വരുന്ന വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുട്ടിയുണ്ട്. അവളും ചിരിച്ചു. നീ എന്താ ചിരിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചില്ല എന്ന്. സാധാരണ നീ കണ്ടോ എന്ന് ചോദിച്ചേ ഞാൻ കണ്ടില്ലെന്ന് പറയും. നീ എടുത്തോ? നീ എടുത്തില്ല. ഇത് സാധാരണ സ്ത്രീകളും പറയും, പുരുഷന്മാരും പറയും. ഏതായാലും ഇതേപോലെ തന്നെ ലോത്തിന്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കി. ചെറിയ, ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം, മനുഷ്യ സഹജമായിട്ടാണ് ഒന്ന് ചിരിക്കല്. ഒരു തെറ്റൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ ദൈവവചനത്തിൽ ദൈവത്തിന് കഴിവുണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറ്. അസാധ്യമായതൊന്നുമില്ല എന്ന് ദൈവവചനം പറയുന്നു. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. അങ്ങനെ കാരണം ഇത് മുഴുവനും അവളുണ്ടാക്കിയ, ജീവിതത്തിൽ ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെടും. അവളൊന്നും ചിന്തിച്ചില്ല ദൈവം ഇത് നശിപ്പിക്കുന്ന, തീയാല നശിപ്പിക്കുന്ന മനസ്സിലായി. കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുവന്നു, കുടുംബമായിട്ട് വെളിയിൽ കൊണ്ടുവന്നു.
പുറകിലേക്ക് നോക്കരുത് എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞു. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായിട്ട് കഴിച്ചു. മറ്റവരെല്ലാം അവിടെ നിന്ന് പോയി. ലോത്തിന്റെ മക്കളുടെ അവിഹിത ജീവിതം കൊണ്ടാണ് അമോന്യരും മോവാബ്യരും 2 തലമുറകളുണ്ടായി. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ ജീവരക്ഷയ്ക്കായിട്ട് ക്രിസ്തുവിൽ വന്ന വ്യക്തി ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോണം. പുതിയ ദൈവത്തിൽ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയാൽ മാത്രമേ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. പഴയത് 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞു, കത്തിച്ച് കളയും. ദൈവം കത്തിച്ച് കളയാൻ പോവുകയാണ്. കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ചാമ്പലെ ആർക്കും അറിയാൻ പറ്റും. കത്തിച്ചാൽ പിന്നെ അത് നേരത്തെ ഉള്ള കാര്യം എന്താണെന്ന് അറിയില്ല. നമ്മുടെ സാധാരണ അസംബ്ലിയിൽ ശരിയല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഫയലൊക്കെ കത്തിക്കും, ഷോർട്ട് സർക്യൂട്ട് വിടും, കത്തിച്ച് കളയും. മന്ത്രിസഭ മന്ത്രിമന്ദിരങ്ങളിലൊക്കെ ഓഫീസുകളിലൊക്കെ പെട്രോൾ ഒഴിക്കും. പെട്രോൾ ഒഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കത്തിച്ച് കളയും. അതിനൊക്കെ വകുപ്പും ആൾക്കാരും ഒക്കെ ഉണ്ട്. കത്തിച്ച് കളഞ്ഞാൽ അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ സാധ്യമല്ല. ഇപ്പം നമുക്കറിയാം, ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ പോയാൽ വലിയ മനോഹരങ്ങളായ റോഡ് സൈഡിലുള്ള കെട്ടിടങ്ങളുടെ വീതി കൂട്ടുമ്പോൾ, റോഡിന് വീതി കൂട്ടുമ്പോൾ കെട്ടിടങ്ങൾ ഇടിച്ച് പൊളിച്ച് തകർത്തിട്ട് JCB വെച്ച് അടിച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മളറിയും സ്ഥാനത്തിന് ഭ്രംശം വരും. അതുകൊണ്ടാണ് ഈ കടലില് ഭയങ്കര സുനാമികൾ വന്നാൽ സ്ഥലനിർണയം നിശ്ചയിക്കാൻ പറ്റില്ല. ആരുടെ വീട് ആരാ. ഇപ്പൊ വയനാട്ടിൽ ചെന്ന് ആർക്കും പറയാൻ പറ്റില്ല എൻ്റെ വീട് ഇവിടെ ആയിരുന്നു, അവിടെ ആയിരുന്നു. എല്ലാം നശിപ്പിച്ച് തകർത്ത് കളയും. ഭൂമിശാസ്ത്രപരമായിട്ട് മാറ്റം വരുന്നു. ഇവിടെ നശിപ്പിക്കാൻ പോവുകയാണ്. ദുഷ്ടനോടുകൂടെ ദൈവം തൻ്റെ ആൾക്കാരെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. നശിപ്പിക്കാൻ സാധ്യമല്ല, ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോത്തിനോട് പറഞ്ഞു, കൈക്ക് പിടിച്ചുകൊണ്ട് അബ്രഹാം പറഞ്ഞ സമയത്ത് അവനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി വിട്ടു. ദൈവദൂതന്മാർ പുറത്തു കൊണ്ടുപോയിട്ട് കത്തിച്ച് കളഞ്ഞു. ദൈവം തന്നെ ഭക്തന്മാരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുവാണ്. നമ്മളെ പിടിച്ച് പുറത്തു കൊണ്ടുവന്നതിന് ചിലത് കത്തിക്കാൻ പോകും. എപ്പോഴാണ് കത്തിക്കുന്നത് നമുക്ക് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു. നേരത്തെ സാർ പറഞ്ഞപ്പോൾ 2024 വർഷമായി കാത്തിരിക്കുക. ആമീൻ കർത്താവേ വേഗം വരണമേ എന്ന് യോഹന്നാൻ പത്മോസിൽ നിന്ന് പറയുവാണ് അല്ലേ. ജോളി അവിടെയൊക്കെ പോയിട്ട് പത്മോസിലൊക്കെ പോയിട്ട് അത് കണ്ടുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമീൻ കർത്താവേ വേഗം വരണമേ, എനിക്കിതൊന്നും താങ്ങാനാവുന്നില്ല എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുക, ഇതേത് സമയത്തും കത്തിക്കും. ഇന്നലെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, സാറേ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? സംഭവിക്കും. മാനസാന്തരപ്പെട്ട് ദൈവസഭയ്ക്കും ദൈവസന്നിധിയിലേക്കും വന്നാൽ ഇതിൽ നിന്ന് മോചനം കിട്ടും. ഇതിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ വഴി. എല്ലാ അപ്പോസ്തലന്മാരായിട്ടുള്ള ആൾക്കാർ, അപ്പോസ്തലന്മാർ പറഞ്ഞാൽ അയക്കപ്പെട്ടവനെന്നുള്ള അർത്ഥമുള്ളൂ. പത്രോസ് മുതൽ 12 അപ്പോസ്തലന്മാരോ കർത്താവ് പൗലോസ് വരെ 15 പേര് കണക്കല്ല. അയക്കപ്പെട്ടതായ എല്ലാ അപ്പോസ്തലന്മാരും നമുക്കറിയാം. എല്ലാ അപ്പോസ്തലന്മാരും എല്ലാവരും ഓരോ സഭയും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സഭ, ഈ സഭ, മറ്റേ സഭ. കർത്താവ് ഒരു സഭ മാത്രമേ ഉണ്ടാക്കി. കർത്താവിന് ഒരു സഭയും. ചേത്താനിയന്മാരുടെ സഭകളില്ല, അനിയന്മാരുടെ ഇല്ല, പെങ്ങന്മാരുടെ ഇല്ല, മറ്റവരുടെ ഇല്ല, സ്വന്തക്കാരുടെ ഇല്ല, ബന്ധക്കാരില്ല. കർത്താവിൻ്റെ സഭ ഒന്ന് മാത്രമേ. നീ കർത്താവിൻ്റെ സഭയിലല്ല എങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നിനക്ക് അവകാശപ്പെടുവാൻ സാധ്യമല്ല. ഇവിടെ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നു, എന്താ പറയുന്നത്? 21-ന്റെ 1-2 വാക്യം വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായിട്ട് അലങ്കരിച്ചത്. സമുദ്രത്തിന് കണക്കൊന്നുമില്ല കേട്ടോ. സമുദ്രം ഇനിയില്ല, കരയുമില്ല. എത്ര കോണ്ടിനെന്റാ മൊത്തം? ഭൂഖണ്ഡമാ? കടലോ? കടലും ഭൂഖണ്ഡവും മുഴുവനും തകർത്തിനി ഒന്നുമില്ലാത്തൊരവസ്ഥയാക്കും. എല്ലാം കത്തിച്ച് കളഞ്ഞ് ചാമ്പലാക്കി ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നാൽ
ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം എന്തിനെ ഉണ്ടാക്കിയത്? എല്ലാറ്റിനും ഉണ്ടാക്കി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, ഉണ്ടായി. അതിൽ നിന്ന് മണ്ണെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി. ഇന്ന് സംസാരിക്കുകയും ചാടുകയും മനസ്സിന് വിപരീതമായുള്ള ജീവിതങ്ങളും ലോകത്തിനും ദൈവത്തിനും വിപരീതമുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ദൈവം പൊറുതി മുട്ടി. ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് നമ്മളത് നിൽക്കാതെ വന്നപ്പോൾ തട്ടിക്കളയും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തട്ടിക്കളയും. ഇത് കത്തിച്ച് കളയാൻ പോകുന്നതിന് മുൻപ് ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. യേശു രക്ഷകനെ അംഗീകരിച്ച് അവനോടുകൂടെ ചേരുവാൻ പാപമോചനത്തിന് സ്നാനമേറ്റ് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലേക്ക് നാം ആയി കഴിഞ്ഞാൽ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പത്രോസ് പറഞ്ഞു, ഇത് മുഴുവൻ കത്തിച്ച് കളയാൻ പോവാണ്. പഴയത് മുഴുവൻ കത്തിച്ച് കളയും. നോഹയുടെ കാലത്ത് വെള്ളത്തിൽ കളഞ്ഞു. ലോത്തിന്റെ കാലത്തൊരു ഭാഗം കത്തിച്ച് കളഞ്ഞു. എന്തിന്? ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ദൈവമാണെന്ന് നിങ്ങൾ അറിയണം. തിന്മ പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും ഞാൻ കത്തിച്ച് കളയും. നമുക്ക് കത്തിക്കാൻ, നമ്മൾ കത്തിച്ചാൽ കുറച്ച് ചപ്പ് വാരിയിട്ട് കത്തിക്കാൻ നമുക്ക് ഒത്തിരി സമയം. അവിടെ ഇവിടെ ഇരുന്ന് കത്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഹമാസ് അവിടെ നിന്ന് കത്തിക്കും, ഇസ്രായേൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തിക്കും, അവിടെ ഇവിടെ കത്തിക്കും. ഇതിനു മുമ്പ് വേറെ ഒരു സ്ഥലത്തുണ്ട് റഷ്യക്കാർ, അവർ കത്തിച്ചു. കത്തിക്കൽ എങ്ങനെ പടർന്ന് കത്തും, അവസാനം ഒന്നുമില്ലാതെ. അതിന് മുൻപ് തീരുമാനിക്കേണ്ടോ, ഡിസൈഡ് ചെയ്യണമെന്നുള്ളതാണ്. കർത്താവേ, നിന്റെ വരവെങ്കിൽ നിന്നോടുകൂടി എടുക്കപ്പെട്ട് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. ഇനി ഒരു സ്വപ്നത്തിലും വിചാരിക്കേണ്ട, ഈ ഭൂമിയിൽ വന്ന് നമ്മൾ രാജ്യഭാരം എടുക്കും, ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ഭരിക്കും. ക്രൈസ്തവ സമൂഹം മുഴുവനും വിശ്വസിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എന്നോട് സംസാരിച്ച ലോക്കൽ സഭക്കാരൻ, ഞാൻ പറഞ്ഞു ലോക്കൽ സഭയും അത് ഏത് ലോക്കൽ സഭയാണെന്ന് എനിക്കറിഞ്ഞോളൂ, നിനക്കറിഞ്ഞോളൂ. ഞാൻ ചോദിച്ചു, നിനക്കറിയാമോ? അതിൻ്റെ സ്ഥാപകൻ ആരാ? ബ്രദറൻ ക്രിസ്ത്യൻ സഭ എന്ന് പറഞ്ഞ സഭയുണ്ട്, അതിൻ്റെ സ്ഥാപകൻ ആരാ? ബാപ്റ്റിസ്റ്റ് സഭകൾ 3, 4, 5, 6 എണ്ണം ഉണ്ട്, അതിൻ്റെ സ്ഥാപകൻ ആരാ? മർത്തോബയുണ്ട്, യാക്കോബയുണ്ട്, സുറായിയുണ്ട്, ധാരാളം പെന്തക്കോസുണ്ട്. പെന്തക്കോസിന്റെ വിഭാഗങ്ങളൊക്കെ കാശുള്ളവരൊക്കെ വിഭാഗത്തിന്റെ ഹെഡ. ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു യൂണിറ്റിൽപ്പെട്ട ഒരുത്തനാ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ വന്ന് ഭരിക്കും. ജോൺ ചാണ്ടി ഇവിടെ പറഞ്ഞത് തെറ്റായുള്ള പഠിപ്പീരാണ്. അങ്ങനെ വേറെ ദിവസം പഠിച്ചിട്ട് പഠിപ്പിച്ചു. ഇവിടുത്തെ ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാർ ഇതൊന്നും പഠിക്കുന്നില്ല. കാരണം എല്ലാവരും ഉദ്ദേശിക്കും ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഇവിടുത്തെ നേതാക്കന്മാരാകാം. ലോക്കൽ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല സഭയാണ് കമ്മ്യൂണിസ്റ്റ് ലോക്കൽ സഭ. കാരണം അടിയിൽ പോകും. മേലെ പറഞ്ഞാൽ അത് തന്നെ കേൾക്കും. കത്തോലിക്കൻ്റെ പോപ്പ് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും, താഴെയുള്ളവൻ വരെ. പ്രിയമുള്ളവരെ, ഇതൊക്കെ നശിപ്പിക്കാൻ സമയമായി. ഇത് നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക്, നമ്മുടെ പഴയ വീട് ഇടിച്ചു കളഞ്ഞാൽ മാത്രമേ പുതിയ വീട് ഉണ്ടാക്കാൻ പറ്റൂ. നമ്മുടെ വീട് ഇരിക്കുന്നിടത്ത് പുതിയതെല്ലാം തകർത്ത്, പഴയതെല്ലാം തകർത്തിട്ട് അവിടെ പുതിയ വീടുണ്ടാകും. ഈ ലോകവും ഇതിനകത്തുള്ളത് മുഴുവൻ കത്തിച്ചു കളഞ്ഞാൽ പുതിയ വീടുണ്ടാക്കാൻ പറ്റും. ആ പുതിയ വീട്ടിലേക്ക് ദൈവം നമ്മെ ആഹ്വാനിച്ചു. ഞാൻ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് എൻ്റെ സഭ. ഞാൻ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എൻ്റെ സഭ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അവസാന തുള്ളി രക്തം വരെ കൊടുത്തു. ആ രക്തം കൊടുത്തുണ്ടാക്കിയ സഭയിലേക്ക് നിങ്ങൾ കടന്നു വരുവാനാണ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിക്കുന്നത്. നമുക്ക് എത്രമാത്രം അതിലേക്ക് കടന്നു വരാൻ സാധിക്കും, എത്രമാത്രം വിശ്വസ്തമായിട്ട് അത് നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ പോകും സ്വർഗത്തിൽ. ഏത് സ്വർഗത്തിലാണ് പോകുന്നത്? ജീവിതമില്ല എങ്കിൽ സ്വർഗത്തിൽ പോയിട്ട് കാര്യമില്ല. ഈ ഭൂമിയിൽ നീ തെളിയിക്കണം, നീ ദൈവത്തിൻ്റെ പൈതലാണ്, സ്വർഗരാജ്യം എൻ്റെതാണെന്ന് ഞാനും നിങ്ങളെ തെളിയിക്കണം. നേതാക്കന്മാർ പറയുന്നത് മാത്രം കേട്ട് വേദപുസ്തകം പഠിക്കുവാൻ നമുക്ക് സമയമില്ല. നമുക്ക് അന്യഭാഷ പറയാൻ സമയമുണ്ട്, രോഗികളെ സുഖപ്പെടുത്താൻ സമയമുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. ദൈവവചനം പഠിക്കുവാൻ നമുക്ക് സമയമില്ല.
ദൈവഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ പോകണമെങ്കിൽ ഈ ഭൂമിയെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ പുതിയ ഭൂമിയിൽ. ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നവനാണ് പുതിയ ഭൂമിയിലേക്ക് പോകുന്നത്. പഴയ ഭൂമിയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചവനാണ് പുതിയ ഭൂമിയിലേക്ക് പോകുന്നത്. ഈ ഭൂമി കുട്ടികൾക്ക് ഞാൻ സൺഡേ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ആകാശം ഭൂമിയെ സംബന്ധിച്ച് സൃഷ്ടിച്ച ഓരോ ദിവസത്തെയും സൃഷ്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ കത്തിച്ച് കളയും. ഇന്നുള്ള മണ്ണും ഇന്നുള്ള ഇവിടുത്തെ കെട്ടിടങ്ങളും ഇതൊക്കെ മാറി, ഭൂമി അതിനുള്ള സകല പണികളും വെന്തുരുകിപ്പോകും. എത്ര കടലിനകത്ത് ഇവിടെ ദുബായിലെ എത്രയോ വലിയ കെട്ടിടം വരെ ഉണ്ടാകും. ഇതൊക്കെ കത്തിച്ച് കളയുന്നു. സമുദ്രമടക്കം ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞാൽ അതിനുള്ള കെട്ടിടങ്ങളെല്ലാം ഇല്ലാതെയാവും, അതിനുള്ള കപ്പലുകളൊക്കെ ഇല്ലാതെയാവും. നമ്മുടെ ജീവിതത്തിൽ അർജുനെ മാത്രമോ പൊക്കിയെടുക്കാൻ വേണ്ടി കടലിനകത്തുനിന്ന് ഇത്രയോ വലിയ വിഷയം വന്നു കിടത്തുള്ളൂ. നമ്മളെ ആരുടെയും ഓർമ്മയിലുണ്ടെന്ന് തോന്നിയില്ല ഇതിനു മുമ്പ് സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, നാം പ്രിയം വെച്ച നമ്മുടെ കർത്താവ് വരുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ആകാശമേഘങ്ങളിൽ വരും, നിങ്ങളെ വിളിക്കുവാൻ. തൻ്റെ ദൂതന്മാരെ വിട്ട് ഞാൻ വിളിപ്പിക്കും, തൻ്റെ ദൂതന്മാരെ വിട്ട് ഞാൻ എടുക്കൊന്നു പോകും. ലാസർ മരിച്ചു. ലാസർ ദൈവത്തിൻ്റെ ദൂതന്മാർ ലാസറിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി. ദൈവഭക്തനായിട്ട് ജീവിച്ചാൽ ദൈവം മരിക്കുന്ന സമയത്ത് തന്നെ ഭക്തന്മാരുടെ ആത്മാക്കളെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാം വസിക്കുന്നതായ പർദീസിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ നശിപ്പിച്ച് കളയും. നമ്മൾ എന്തൊക്കെ ഭൂമിയിൽ നേടിയാലും അതൊന്നുമില്ല. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിരുന്നത് ആത്മാവിനെ വൃഥാവാക്കിയാൽ. സർവ്വലോകവും നേടാം നമുക്ക്. മഹാനായ അലക്സാണ്ടർ എത്രയോ രാജ്യങ്ങൾ അടക്കി ഭരിച്ചു വാണു. ഹിറ്റ്ലർ എത്ര ചെയ്തു, സദ്ദാം ഹുസൈൻ എത്ര ചെയ്തു. നമ്മുടെ കാലയളവിലുള്ള വല്ല നേടി വെള്ളം കൊണ്ടുപോകാൻ പറ്റിയോ? അയാളെ കൊണ്ട് കടലിനകത്ത് കല്ലറ ഉണ്ടാക്കി അതിനകത്ത് അമേരിക്കക്കാരിട്ടു സദ്ദാം ഹുസൈൻ. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഈ പഴയത് മുഴുവനെ മാറ്റിക്കളയും, തട്ടിക്കളയും, തകർത്ത് കളയും, കത്തിച്ച് കളയും. പൗലോസ് പറഞ്ഞ ആ ഉപനിധി ഞാൻ നൽകിയിരിക്കുകയാണ്. ആ രക്ഷയുടെ ഉപനിധി നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. എൻ്റെ ആത്മാവിനാൽ മുദ്രയടിക്കപ്പെട്ടിരിക്കുകയാണ് ആ ഉപനിധി. യേശുവിനെ നീ രക്ഷകനായിട്ട് അംഗീകരിച്ച് അവന് വേണ്ടി ജീവിക്കാമെന്ന് ദൈവസന്നിധി വാഗ്ദത്തം ചെയ്ത് അപ്പോൾ തന്നെ നിന്റെ പാപം ദൈവം ക്ഷമിച്ചു, പാപം കഴുകിക്കളഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഹൃദയത്തിൽ മുദ്രയടിക്കുവാണ്. യു ബിലോങ്സ് ടു ദ ലോർഡ്സ് ഫാമിലി. യു ആർ ദ അഡോപ്റ്റഡ് സൺ. ദൈവം നിന്നെ ദത്തെടുത്തിരിക്കുവാണ് ദൈവത്തിന്റെ സന്നിധിക്ക്. ദത്തെടുത്താൽ പിന്നെ സ്വർഗീയമായ സകല ആത്മീയാനുഗ്രഹവും നമുക്ക് നൽകിയിരിക്കുന്ന പൗലോസ് പറയും. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല ആത്മീയാനുഗ്രഹത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരുന്നു. എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായം പറയും. സകല ആത്മീയാനുഗ്രഹവും തന്നിട്ട് ലീവ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക, നിത്യത ലെവലെടുത്തിട്ട്. ഈ ഭാഗ്യം സാധാരണക്കാർക്ക് കിട്ടുന്നതല്ല. ഈ ഭാഗ്യം വെറും സങ്കീർത്തനക്കാരൻ പറയുന്നു, കുഴഞ്ഞ ചേറ്റിൽ കിടന്നവനാണ്. രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുക. ഇവിടെ രാജാക്കന്മാരാകാൻ പറ്റുമോ? എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ലോക്കൽ സെക്രട്ടറി ആകാൻ പോലും നമ്മളെ കൊണ്ടാവില്ല. രാജകീയ പുരോഹിത വർഗമാണ്. ദൈവത്തിന് യാഗം അർപ്പിക്കാൻ നമ്മളെ കൊണ്ട് കേവലം പ്രാർത്ഥിപ്പാൻ പോലും നമുക്കറിയില്ല. രാജകീയ പുരോഹിതമാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്നത് നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരും. ലോകത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന, മറ്റുള്ള ഭാവികൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന പുരോഹിതന്മാർ കർത്താവിന്റെ മക്കളായിട്ട് നിത്യതയിൽ നമ്മളെ കർത്താവിനോടുകൂടെ വാഴാൻ പോയി. അങ്ങനെ വാഴുകയും നിലനിൽക്കുകയും ചെയ്യുന്നവരാണ് തിരുവചനം പറയുന്നത്, ദാനിയേലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി വാങ്ങുവാൻ നീ കടന്നു വരും. അങ്ങനെ ഉള്ളവര് സൂര്യനെ പോലെ ചന്ദ്രനെ പോലെയും ആകാശ മേഘങ്ങളിൽ
തെളിയും. ദൈവഭക്തന്മാർക്ക് മാത്രമേ ആ പ്രത്യാശയുള്ളൂ. ദൈവഭക്തന്മാർക്ക് മാത്രമേ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പ്രത്യാശയുള്ളൂ. അല്ലാത്തവർക്ക് ശങ്കരനും മാധവനും രാമനും മൊയ്തും മൈതും ഒക്കെ ഇവിടെ കിടക്കുന്നവർ ഇവിടെ കിടക്കാം. പറന്നിടുമേ, പണ്ടൊരു അമ്മച്ചി പാടുമായിരുന്നു വടക്കഞ്ചേരി ടൗണിൽ ഒന്ന്, പറന്നിടുമേ ഞാൻ പറന്നിടുമേ എന്ന് പറഞ്ഞു. ആകാശഗോളങ്ങളെ തേരാക്കി പറക്കുമ്പോൾ ഇവിടെ കിടന്ന് രണ്ടുപേരും ഒരു കെട്ടിടത്തിൽ കിടക്കും, ഒരാളെ എടുക്കും. രണ്ടുപേര് പാടത്ത് പണിയെടുക്കും, ഒരാളെ എടുക്കും. ഇത് ഓർമ്മിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് നമ്മുടെ ഭവനത്തിൽ അപ്രകാരം ഉണ്ടാകരുത്. ചരിത്രം നമ്മൾ തിരുത്തണം. ചരിത്രം തിരുത്തിയാൽ മാത്രമേ വേദപുസ്തകത്തിൽ പറയുന്നു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. നമ്മുടെ ഭവനത്തിൽ മാറ്റാൻ പറ്റില്ലയോ? പറ്റും. ആരാ മാറ്റി എഴുതിയത്? യോശുവ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ പോകും. യോശുവ നിശ്ചയമായിട്ട് പോകും. അതേപോലെ നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും നമ്മളങ്ങനെ നിശ്ചയിക്കണം, ഞാനും എൻ്റെ കുടുംബവും പോകും. രണ്ടുപേര് കിടക്കുന്നവർക്ക് ഒരാളെ പോകും, രണ്ടുപേര് പണിയെടുക്കുന്ന ഒരാളെ പോകും. ആ തത്വം എഴുതി മാറ്റണമെങ്കിൽ യോശുവ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തമായി ജീവിച്ചാൽ നീതി ഉള്ള ആകാശത്തിലും പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലേക്ക് നമ്മൾ എടുക്കപ്പെടുമ്പോൾ ട്രാൻസ്ഫറിങ് ഇൻ ദ ഇറ്റേണിറ്റി, ഭൂമിയിൽ നിന്ന് രൂപാന്തരപ്പെട്ടു പോവുകയാണ്. കർത്താവ് വരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് വരുമ്പോൾ ആകാശ മേഘങ്ങളിൽ വരുമ്പോൾ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ, മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിശുദ്ധന്മാർ, അവർ ആത്മാക്കൾ റീയുണൈറ്റ് ചെയ്ത് കർത്താവിനോടുകൂടി ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. എങ്ങനെ? കാന്തോ ഇരുമ്പും തമ്മിൽ ആകർഷിക്കുന്നു.